യമുനയുടെ ഒരു കര വളരെ സ്വസ്ഥവും സ്വച്ഛവുമായിരുന്നു. അവിടെ പക്ഷികളും മൃഗങ്ങളും സസ്യങ്ങളുമെല്ലാം ആ ജലത്തെ ഉപയോഗിച്ച് സന്തോഷത്തോടെ ജീവിച്ചു വന്നു. എന്നാൽ മറുകര വിഷമയമായിരിക്കുകയാണ്. പറന്നു പോകുന്ന പക്ഷികൾ പോലും വിഷത്തിന്റെ കാഠിന്യം മൂലം ചത്തുവീഴുകയാണ്. അതികഠിനമായ വിഷക്കാറ്റേറ്റ് മരങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു. ജലജീവികളൊക്കെയും ചത്തുപൊങ്ങി. വെള്ളം കുടിക്കുവാനായി എത്തുന്ന മൃഗങ്ങളെല്ലാം ആ തൽക്ഷണം തന്നെ മരിച്ചു വീഴുകയാണ്. അവിടെയാണ് കാളിയൻ എന്ന ഭീമാകാരനായ വിഷസർപ്പം ജീവിക്കുന്നത്. അവന്റെ കഠിനമായ വിഷം മൂലം ആ പ്രദേശം മുഴുവനായും ഉപയോഗശൂന്യമായി തീർന്നിരിക്കുകയാണ്. ഈ ദുരവസ്ഥ അവസാനിപ്പിക്കുവാനുള്ള സമയമായി എന്ന് കൃഷ്ണൻ തീരുമാനിച്ചു. തന്ത്രപൂർവം ഗോപാലകരെയെല്ലാം വിളിച്ചു വരുത്തി. ഇന്ന് നമുക്ക് യമുനയുടെ ആ കരയിലേക്ക് പോകാമെന്നും അവിടെ ധാരാളം പുല്ലും വെള്ളവും എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ ഗോക്കൾക്കെല്ലാം വയറ് നിറയുകയും ചെയ്യും, നമുക്ക് ധാരാളം കളിക്കുകയും ചെയ്യാമെന്ന് അവരെ ബോധിപ്പിച്ചു. എന്നാൽ ഗോപാലകരാട്ടെ ഇത് കേട്ട് വിഷമിച്ചു. അവരോട് ആ വശത്തേക്ക് പോകരുതെന്ന് വിലക്കിയിട്ടുള്ളതാണ്. എന്നാൽ കൃഷ്ണനുണ്ടോ വിടുന്നു? എന്നെ വിശ്വസിച്ച് കൂടെ വന്നോളൂ എന്ന് പറയുന്നു. അങ്ങനെ അവർ പോകാൻ തീരുമാനിച്ചു. ഏറെ ദൂരം നടന്നതുകൊണ്ട് തന്നെ എല്ലാവരും നന്ദി ക്ഷീണിച്ചിരുന്നു. ഗോക്കളും ഗോപാലകരും യമുനയിൽ നിന്നും വെള്ളം കുടിക്കുവാൻ തുടങ്ങി. പക്ഷേ കുടിച്ച മാത്രയിൽ തന്നെ എല്ലാവരും ചത്തുവീണു. കൃഷ്ണൻ അവരെയെല്ലാം പുനർജീവിപ്പിച്ചു. ഒട്ടും താമസിയാതെ തന്നെ അടുത്തു നിന്ന മരത്തിലേക്ക് ഓടിക്കയറി യമുനയുടെ ആഴങ്ങളിലേക്ക് എടുത്തു ചാടി. ഇത്ര ചെറിയ ബാലകൻ ജീവനോടെ വന്നത് കണ്ട് കാളിയൻ അത്ഭുതപ്പെട്ടു. അവൻ തന്റെ ഭീമാകാരമായ ശരീരം ഉപയോഗിച്ച് കൃഷ്ണനെ വരിഞ്ഞു മുറുക്കി. ഭഗവാൻ അതിനെ ഭേദിച്ചുകൊണ്ട് അവന്റെ ഭണത്തിലേക്ക് ചാടിക്കയറി. കാളിയന്റെ അഹങ്കാരത്തെ അവന്റെ ഫണങ്ങളിൽ ചവിട്ടി ശമിപ്പിക്കുന്നത് നമുക്ക് മനോഹരമായ ഒരു നൃത്തമായി അനുഭവപ്പെട്ടു.
തങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ കണ്ട നാഗപത്നിമാർ ആകെ ഭയന്നു. കൃഷ്ണഭക്തർ കൂടിയായിരുന്ന നാഗപത്നിമാർ തങ്ങളുടെ ഭർത്താവിന് വേണ്ടി ഭഗവാന് മുന്നിൽ അപേക്ഷിച്ചു. അവർ ലോകനാഥനായ ഭഗവാനെ വണങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ സ്തുതിച്ചു പാടുവാൻ തുടങ്ങി. പ്രഭു ശ്യാമസുന്ദര പരമാത്മാ പരബ്രഹ്മ കരുണാകര മാധവ തവ പാദോ ശരണം മമ. തങ്ങളുടെ ഭർത്താവിന്റെ തെറ്റ് ക്ഷമിച്ച് മാപ്പാക്കി വിട്ടു നൽകണമേ എന്നും തങ്ങളോട് കരുണ ഉണ്ടാകണമേ എന്നും ഭഗവാനോട് അപേക്ഷിച്ചു. കരുണാസാഗര കൃഷ്ണ ഭക്തവത്സല ജനാർദ നാഗപത്നി വയം നാഥ തവ ചരണം നാഗപത്നിമാർ തങ്ങളുടെ അവസ്ഥയെപ്പറ്റി വിശദീകരിച്ചു. പ്രഭു, ഞങ്ങൾ നാഗങ്ങൾ ജന്മനാ തന്നെ വിഷമുള്ളവയും പ്രകൃത്യാ തന്നെ അക്രമവാസനയുള്ളവരുമാണ്. എന്നാൽ അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഞങ്ങളുടെ ഭർത്താവിന്റെ സർപ്പമായി ജനിക്കാനിടയായ പാപം മുഴുവനായും നശിച്ചിരിക്കുകയാണ്. അങ്ങയുടെ പാദം ശിരസിൽ അണിയുവാൻ കിട്ടിയ ഭാഗ്യം മോക്ഷത്തെക്കാളും പുണ്യമാണ്. നാഗപത്നിമാരുടെ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ ഭഗവാൻ കാളിയന്റെ ശിരസിൽ നിന്നും ഇറങ്ങി. പാപഭാരം അപാഗുരു ജീവദാനം പ്രദേഹി. ഹേ മാധവ, അങ്ങ് കാളിയനെ ശിക്ഷിച്ചത് ന്യായം തന്നെയാണ്. എന്നാൽ ഇതൊരു ശിക്ഷയല്ല, മറിച്ച് അദ്ദേഹത്തെ ശുദ്ധീകരിക്കുകയാണ് ഉണ്ടായത്. ഭഗവാൻ അവരോട് യമുന വിട്ട് രമണക ദ്വീപിലേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് പറയുന്നു. എന്നാൽ മാധവ, ഞങ്ങൾക്ക് ഇവിടം വിട്ട് എങ്ങോട്ടും പോകാൻ സാധിക്കില്ല. കാരണം ഗരുഡനെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത്. ഞങ്ങൾ ഇവിടം വിട്ട് എവിടേക്ക് പോയാലും ഗരുഡൻ ഞങ്ങളെ ആക്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു. എന്റെ കാൽപ്പാടുകൾ നിന്റെ ശിരസിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഗരുഡൻ നിന്നെ ആക്രമിക്കില്ല എന്ന് ഭഗവാൻ വാക്കു നൽകി. അങ്ങനെ അവർ യമുന വിട്ട് രമണക ദ്വീപിലേക്ക് പോയി. അങ്ങനെ യമുന വീണ്ടും പഴയതുപോലെ ഒഴുകാൻ തുടങ്ങി. എന്നാൽ അതേസമയം ഗോപാലകർ പറഞ്ഞതനുസരിച്ച് ഗ്രാമവാസികളെല്ലാം യമുനയുടെ തീരത്തേക്ക് ഓടി. കണ്ണനെ കാണാതെ യമുനയിലേക്ക് ചാടാൻ തുടങ്ങിയ യശോദാമ്മയെ ബലരാമൻ ആശ്വസിപ്പിച്ചു. അപ്പോഴുണ്ട് കണ്ണൻ ഈറനോടെ ചിരിച്ചുകൊണ്ട് യശോദാമ്മയുടെ അടുത്തേക്ക് വന്നു. ഗ്രാമവാസികൾ എല്ലാവരും യമുനയെ പൂ കൊണ്ടും ആരതി കൊണ്ടും വരവേറ്റു. ഹരേ കൃഷ്ണ.